ഇടുക്കി ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവം. അതിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. ഉപ്പുതറ സ്വദേശി സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, മക്കളായ ദേവൻ, ദിയ എന്നിവരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കടബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം സജിനും ഭാര്യയും ആത്മഹത്യ ചെയ്തതാകാമെന്നും പോലീസ് സംശയിക്കുന്നു. കൂട്ടാത്മഹത്യയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി മുന്നറിയിപ്പായി പറഞ്ഞോട്ടെ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എന്ത് കാരണമുണ്ട് എങ്കിൽ പോലും ആത്മഹത്യയിലേക്ക് പോകരുത്. വിദഗ്ധരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് മുന്നേറുകയാണ് പ്രധാനം. എങ്കിലും നമുക്ക് ചോദിക്കാം സുബിനോട്, എന്താണ് സംഭവിച്ചത്? സുബിൻ, ഉപ്പുതറയിൽ പോലീസിന്റെ നിഗമനം എന്താണ്? കുടുംബത്തിന്റെയും ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ സമ്മർദ്ദമാണ് എന്ന തരത്തിലേക്ക് തന്നെയാണ് നിലവിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. കഴിഞ്ഞ 2 മാസമായി സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ ജീവനക്കാർ സജീവനെ ഫോണിൽ വിളിക്കുകയും വസതിവർഷം നടത്തുകയും ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദം സജീവൻ അവർ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇന്നലെ സംസാരിച്ചപ്പോൾ സജീവിന്റെ പിതാവ് തന്നെ വ്യക്തമാക്കിയത്. ഇന്നലെയും സമാനമായ രീതിയിൽ ഈ ജീവനക്കാർ, ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ സജീവിനെ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ സജീവിന്റെ പിതാവിനെയും വിളിച്ചിരുന്നു. ആ സമയത്തെല്ലാം ഈ പണം അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് അവർ സംസാരിച്ചു എന്നുള്ളതാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും സജീവിന്റെ വീട്ടിൽ നിന്ന് ഒരു കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ആ കുറിപ്പിലും ഈ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെയാണ് ആ കുറിപ്പിലെ വാക്കുകൾ ഉള്ളത് എന്നുള്ളതാണ് ഇന്നലെ ഇടുക്കി എസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം 4:30 കൂടിയാണ് ഇത്തരത്തിൽ വീടിനുള്ളിൽ തന്റെ 6ഉം 4ഉം വയസ്സുള്ള 2 മക്കളെയും ഭാര്യയുമായി സജീവ് തൂങ്ങി മരിക്കുന്നത്. 3 ലക്ഷത്തോളം രൂപയാണ് ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഓട്ടോറിക്ഷ വാങ്ങുന്നതിനായി സജീവ് എടുത്തിരുന്നത്. ഇതിൽ 7 തവണ അടയ്ക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 1 മാസത്തേക്ക് കുടിശ്ശിക ഉണ്ടായതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉടലെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം 2ാമത്തെ മാസം, അതായത് 27-ാം തീയതിയാണ്, വരുന്ന 27-ാം തീയതിയാണ് ഈ തുക അടയ്ക്കേണ്ടത്. ഈ തുക അന്ന് അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഇവർ സമ്മതിച്ചില്ല. ഈ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ സമ്മതിച്ചില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇന്നലെ സജീവിന്റെ പിതാവ് വ്യക്തമാക്കിയത്. ഈ പ്രദേശത്ത് മറ്റു തരത്തിലുള്ള കടങ്ങളോ അല്ലെങ്കിൽ വലിയ കടബാധ്യതകളോ ഒന്നും തന്നെ സജീവനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാരണം മാത്രമാണോ ഈ ഒരു കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചത് നടക്കുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായും ഈ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും മറ്റു ബന്ധുക്കളുടെയും എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്താനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സജീവനെ അലട്ടിയിരുന്നു, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ സജീവിന്റെയും കുട്ടികളുടെയും ഭാര്യയുടെയും മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് തീരുമാനം. രാവിലെ 10 മണിയോടുകൂടി ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അറിയാൻ സാധിക്കുന്നതിന് ശേഷമാവും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ഏതായാലും ഉപ്പുതറ പോലീസിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കൃത്യമായ ഒരു അന്വേഷണം നടത്തി വരികയാണ്. ഓക്കെ, ശരി സുബിൻ.